മലേഷ്യയിൽ കണ്ടുവരുന്ന ഒരു ഭക്ഷണ രീതി എന്ന് വെച്ചാൽ ഒരു കൂട്ടം വിഭവങ്ങൾ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് കഴിക്കുന്നതെന്ന് നോക്കാം. ഒരു തട്ടുകട സെറ്റപ്പാണ്, നമുക്ക് നോക്കാം. അതായത് ഇതാ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് കണ്ടില്ല, ഈ ഷോപ്പ് കണ്ടില്ല അതിനകത്തത്. ഇതൊരു ചൈനീസ് സ്റ്റൈലാണിത്. ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചിക്കൻ സോസേജ്, പോർക്ക്, അതുപോലെ മഷ്റൂം, അതുപോലെ തന്നെ ചിക്കൻ പാർട്സുകളുണ്ട്, കൂന്തളുണ്ട്, ചെമ്മീനുണ്ട്, അതുപോലെ ബീഫ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രക്കോളി, അതുപോലെ ബീൻസ് ഉണ്ട്, വെണ്ടയ്ക്ക, കോൺ, ചിക്കൻ പാർട്സ്, ചിക്കൻ്റെ കുടലുണ്ട്, ഹാർട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ കൂന്തൾ, ഒരുപാട് ഐറ്റംസ്. ഇതുപോലെ തന്നെ ഇവിടെ പോർക്ക് ഐറ്റംസ് ഉണ്ട്, നഗറ്റ്സ് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി കാണുന്നതെല്ലാം തന്നെ നമുക്ക് എടുക്കാൻ പാകത്തിന് നമുക്ക് കസ്റ്റമേഴ്സിന് വന്നിട്ട് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഓരോന്നിനും വിലകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിലകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിലകൾ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന ഈ സ്റ്റിക്കിൻ്റെ ഒക്കെ താഴെ ഓരോരോ കളറുകൾ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കിന് താഴെയെന്ന് വെച്ചാൽ സ്റ്റിക്കിന് താഴെ കണ്ട ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ തന്നെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റിക്കിൻ്റെ കളറിൻ്റെ അനുസരിച്ചിട്ടുള്ള വിലകൾ ഇവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റിക്കിൻ്റെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബോർഡിൽ. റെഡ് കളറിന് 1.50, ഒറിജിനൽ കളർ അതായത് കളർ ചെയ്യാത്തതിന് 2.50, ബ്ലൂ കളറിന് 3.50, ഗ്രീൻ കളറിന് 4 റിങ്കറ്റ്. അതായത് ഇതാണ് ഇതിൻ്റെ വിലകൾ. അപ്പോൾ നമ്മൾക്കിത് ഏതെടുത്ത് കൊടുത്തിരുന്നാലും ഇവിടെ സൈഡിൽ തന്നെ അത് ഡീപ് ഫ്രൈ ചെയ്ത് തരുന്നതുണ്ട്, ബാർബിക്യൂ ചെയ്ത് തരുന്ന സെറ്റപ്പ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കീം കാണാം. ഇതൊരു സ്റ്റൈലാണ് ഇവരുടെ. കണ്ട, വെള്ളം സൈഡിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കണവർക്കാണെങ്കിലും ഇപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവർ ബോയിൽ ചെയ്ത് കഴിക്കണമെങ്കിൽ അപ്പോൾ 2 സൈഡിലും ഇതുപോലെ സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോയിൽ ചെയ്ത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നെ എടുത്തിട്ട് എത്ര നേരം വേണമെങ്കിലും ബോയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, എടുത്ത് നമുക്ക് വെച്ച് ബോയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇരുന്ന് കഴിക്കണവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഓരോ ടേബിളുകളിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ബോയിൽ ചെയ്ത് കഴിക്കണവർക്ക് അതിനകത്ത് വീണ്ടും മുക്കി ചൂടാറാതെ നിന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ. ഇതേ കണ്ട, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ തന്നെ ഗ്യാസും ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഇതുപോലെ പറഞ്ഞവർ ഓണാക്കി തരും. വെള്ളം തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യക്കാർക്ക് ഇതുപോലെ അതിൽ മുക്കി വീണ്ടും ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ വേവ് കൂട്ടണമെങ്കിൽ കൂട്ടിയോ കുറച്ച് എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതൊരു ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇവിടെ ജ്യൂസ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഇത് നമുക്ക് കാണാം, സൈഡിൽ തന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം തന്നെ ഇവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ മലേഷ്യയിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി ആകുമ്പോൾ വണ്ടികളിലൊക്കെ ഇങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് വരെ എടുക്കാം. ഇപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് അവരൊരു പ്ലേറ്റ് തരും. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റിക്കുകൾ വെജോ നോൺ വെജോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഫ്രൈ ചെയ്തോ ഗ്രില്ല് ചെയ്തോ ബോയിൽ ചെയ്തോ കഴിക്കാവുന്നൊരു സെറ്റപ്പ്. നല്ലൊരു ആശയമല്ല എടുത്തത്. നമുക്ക് ഇതിപ്പോൾ ചൈനീസ് സ്റ്റൈലാണ്, നമുക്ക് നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അവരൊരു പെർമിഷൻ വേണമല്ലോ. അപ്പോൾ ഞാനപ്പോൾ ഒരു ചിക്കൻ സോസേജ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഡീപ്പ് ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരു ചിക്കൻ സോസേജ് കഴിച്ചിട്ട് ഇവിടുന്ന് ഈ ചൈന മാർക്കറ്റിൽ നിന്ന് സ്ഥലം വിടും ബുക്കിറ്റ് ബിൻടാങ്ങിലേക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ചിക്കൻ സോസേജ് റെഡി ആയിട്ടുണ്ട്. ചേച്ചി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കൻ സോസേജ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് തൃപ്തികരമായിട്ടുള്ളത് ഇത് മാത്രമാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞു. ചിക്കൻ സോസേജ് പറയാൻ കാരണമുണ്ട്, ഞാൻ പോർക്കൊന്നും കഴിക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഈ അതെല്ലാം വേവിച്ച ആ വെള്ളത്തിലിട്ടിട്ട് ഇത് വേവിക്കണമെന്ന് വെച്ചിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞത്. അപ്പോൾ കഴിക്കണ രുചി ഉണ്ടായില്ലെങ്കിലും കഴിക്കുകയാണ്. ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. സോസേജിൽ വലിയ കഥയൊന്നുമില്ല. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ സോസേജ് കിട്ടണതാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വീട്ടിൽ മേടിച്ച് ഫ്രൈ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ കുറച്ച് വരഞ്ഞിട്ടിട്ട് എണ്ണയിലൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക ചെയ്തത്. എൻ്റെ മുകളിൽ അല്പം മുളക് പൊടി വിതറിയിട്ടുണ്ട്. ഇതാണ് ചെയ്തേക്കുന്നത്. ഒരു ലെറ്റ്യൂസിൻ്റെ ഒരു ഇലയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനത് കഴിച്ച് തീർത്തോട്ടെ. എന്നിട്ട് അടുത്ത ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് വീണ്ടും. ഒരു ചൈനീസ് ഫാമിലിയിൽ നിന്ന് കഴിക്കുന്ന കാഴ്ച കാണാം. ഈ രീതിയിലാണ് കഴിക്കുന്നത്. എല്ലാം ആ വെള്ളത്തിലിട്ട് അവർ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് കഴിക്കുന്ന കാഴ്ചയാണ്. ഓരോരോ നാട്ടിൽ അവരവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം പുതുമകൾ എന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാരിസ് അമീർ അലി എന്ന പേജിൽ വന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് താഴെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ഫോളോയിങ് ബട്ടൺ ലഭ്യമാണ്. അതിൽ പ്രസ് ചെയ്ത് സീ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.